ഫുട്ബോൾ പ്ലേയേഴ്സിന് പലപ്പോഴും ലിഗമെന്റ് ഇഞ്ചുറി വളരെ കോമൺ ആണ്. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു സ്കാൻ റിപ്പോർട്ട്, ഒരു MRI സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ വന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് PCL ഇഞ്ചുറി ആയിരുന്നു, അതായത് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ഇഞ്ചുറി. അപ്പോൾ പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ഗ്രേഡ് 2 ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഈ സ്കാൻ റിപ്പോർട്ട് നോക്കുമ്പോൾ ആ PCL, അതായത് PCL ഗ്രേഡ് 2-നൊപ്പം മെനിസ്കസ് ചെറിയ ടിയർ വന്നിട്ടുണ്ട്, ACL ഒരു സ്ലൈറ്റ് ടിയർ വന്നിട്ടുണ്ട്, MCL ഒരു സ്ലൈറ്റ് ടിയർ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇതിനോട് അസിസ്റ്റ് ചെയ്ത് വരുമെന്നല്ല. അതായത് ഒരു PCL ഇഞ്ചുറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിഗമെന്റ് സെക്കൻഡ് ഗ്രേഡ് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കുറേ പാർട്സ് കൂടി ഇഞ്ചുറി ആവും, അതായത് കുറേ ലിഗമെന്റ് കൂടി ഇഞ്ചുറി ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഇഞ്ചുറി ആകുമ്പോൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ സ്ട്രെങ്തനിങ്. എത്ര മാസം നിങ്ങൾ റെസ്റ്റ് എടുത്തോ അത്രയും മാസം റീഹാബിലിറ്റ് ചെയ്ത് ഈ എല്ലാ ലിഗമെന്റും, സറൗണ്ടിങ് എല്ലാ ലിഗമെന്റും സ്ട്രെങ്തൻ ചെയ്തിട്ട് മാത്രമേ കളിക്കാറുള്ളൂ. അതായത് സപ്പോസ് നമ്മുടെ PCL ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ACLും സ്ട്രെങ്തൻ ചെയ്യണം, MCLും സ്ട്രെങ്തൻ ചെയ്യണം, മെനിസ്കസിനുള്ള സ്ട്രെങ്തനിങ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് മാത്രമേ ഇറങ്ങും, അല്ലെങ്കിൽ പ്ലേയേഴ്സ് തീർച്ചയായിട്ടും ഇഞ്ചുറി ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു ലിഗമെന്റ് ഇഞ്ചുറി ആവുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മറ്റു ലിഗമെന്റ് വീക്കാണെങ്കിൽ അതും കൂടി ഇഞ്ചുറി ആവും. അപ്പോൾ അത് സ്ട്രെങ്തൻ ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ സ്ട്രെങ്തനിങ് ആണ് ഇതിനുള്ള ഒരേ ഒരു വഴി. സ്ട്രെങ്തൻ ചെയ്ത് കളിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് കളിക്കാൻ പറ്റും, ഇഞ്ചുറി ഒഴിവാക്കാൻ പറ്റും. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. അപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറി ഒഴിവാക്കി നിങ്ങൾ നല്ല മികച്ച കളിക്കാരായി മാറുക. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം. ഇസ് ബൈ ഫ്രം മനീഷ് ശശി. താങ്ക് യു.